ഗുഡ് മോർണിംഗ്. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 ഇന്ന് നമുക്കൊപ്പം 3 അതിഥികളാണുള്ളത്. ട്രിവാൻഡ്രം റോയൽസിൻ്റെ നട്ടല്ലായ 3 ബൗളർമാർ. സ്പിന്നർ അജീഷ്, ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബൗളർ രാഹുൽ, ഒപ്പം റൈറ്റ് ആം ബേസിൽ NP. 3 പേരിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം ബേസിൽ കുറച്ച് സീനിയർ പ്ലെയറാണ്. അപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇപ്പോൾ ആദ്യ 2 മത്സരങ്ങൾ ട്രിവാൻഡ്രം തോറ്റു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ വളരെ ഇമ്പ്രൂവ് ചെയ്ത ടീമാണ്. ജസ്റ്റ് ഒരു മിസ്സാണ്, പക്ഷേ ചേസ് ചെയ്യാമായിരുന്ന ഒരു സ്കോർ. എന്നാൽ ആ ഗ്രൗണ്ടിൽ ഒരു ബിഗ് സ്കോർ ആയിരുന്നു നമുക്ക് തോന്നും. എങ്കിൽ പോലും നിങ്ങൾ നന്നായി കളിച്ചു. എന്താണ് ആദ്യ 2 മത്സരങ്ങളിൽ പറ്റിയത്? അല്ല, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ഫയർ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ടീം പക്ഷേ വെൽ ബാലൻസ് ടീമാണ്. പക്ഷേ എപ്പോഴും ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതിയെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഈസ് എ ഗ്രേറ്റ് ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ സക്സസ്സിൽ വന്നാലും അതുപോലെ ലോസ് പോയിന്റിൽ വന്നാലും നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കുക എപ്പോഴും. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഒരുപാട് എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൺസ് നമ്മളെല്ലാവരും ഒന്ന് ഫയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ചിലപ്പോൾ ബേസിൽ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളറാണ്. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുന്നവരിൽ ഒരാളാണ്. സ്വന്തം പെർഫോമൻസ് ഇനി എങ്ങനെ മെച്ചപ്പെടണമെന്നാണ് ആദ്യ 2 മത്സരങ്ങൾ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും എൻ്റെ ഞാൻ ഇതിലെ മെയിൻ ബോളർ ആകുമ്പോൾ എപ്പോഴും ഞാൻ ഇമ്പാക്റ്റ് കുറച്ച് കൂടുതൽ കുറക്കും. പവർ പ്ലേസിൽ വിക്കറ്റ്സ് കുറച്ച് എടുത്തു കൊടുക്കണം. കാരണം എല്ലാ ടീമിലും ശ്രദ്ധിച്ച് നോക്കിയാൽ മെയിനായിട്ടൊരു 3-4 ബാറ്റ്സ്മാരായി ഇരിക്കുന്നത്. അവരെല്ലാവരും ഈ പറഞ്ഞ പവർ പ്ലേസിൽ ഇറങ്ങുന്ന ടോപ്പ് ഓർഡേഴ്സാണ്. അപ്പോൾ ടോപ്പ് ഓർഡേഴ്സ് വരുമ്പോൾ അവരുടെ വിക്കറ്റ്സ് ഞാൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗെയിം എളുപ്പമാണ്, ബാക്കി വരുന്നവർക്കും ഈസിയാണ്. അപ്പോൾ അതിലേക്കാണ് കുറച്ചും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, ഒബ്വിയസ്ലി ലാസ്റ്റ് 2 മാച്ചും എൻ്റെ രീതിയിൽ ആയെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് വരും മാച്ചസ് എന്തായാലും തീർച്ചയായും തിരിച്ചു വരും. ശരി, അപ്പോൾ രാഹുലിലേക്ക് വന്നാൽ, രാഹുൽ ഈ തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയും ഒക്കെ ടെന്നീസ് ബോളിൽ ഗംഭീര ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. ഇപ്പോൾ കുറച്ചുകൂടി സീനിയറായി. ഒരു 2 വർഷം മുമ്പ് KCL തുടങ്ങുമ്പോൾ ഒരു പുതുമുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ബൗളറാണ്. അതും മുൻനിരയിൽ എറിയുകയാണ്, ആദ്യ ഓവറുകൾ എറിയാനെത്തുകയാണ്. അപ്പോൾ എന്താണ് രാഹുലിന് ആദ്യ സീസണിൽ നിന്ന് 3ാമത്തെ സീസണിലെത്തുമ്പോൾ ഉണ്ടായ ഒരു മാറ്റം? ഫസ്റ്റ് സീസണിൽ അധികം മെച്ചം കളിച്ചിട്ടില്ല. എന്നാൽ ലാസ്റ്റ് സീസണിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല മാച്ചസ് പെർഫോം ചെയ്യാൻ പറ്റി. ആ എക്സ്പീരിയൻസും ആ ഒരു പവർ പ്ലേയിലുള്ള ഫീൽഡ് സെറ്റും എല്ലാം എനിക്കിപ്പം മൈൻഡിലെല്ലാം സെറ്റാക്കിയ മാച്ചിന് ഇറങ്ങുന്നത്. ആ ഒരു കോൺഫിഡൻറ്റ് ഇപ്പം എല്ലാ മാച്ചിലും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ KCL വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിലൊരു മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞത്. KCL വന്നപ്പോൾ വ്യക്തിഗതമായ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാവും. കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണം, ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ടെന്നീസ് ബോൾ കളിച്ചാൽ തുടങ്ങിയ അവിടെ നിന്ന് ക്രിക്കറ്റ് ബോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടീസും ഒരുപാട് നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ വരണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ടെന്നീസ് ബോളിൽ നമുക്ക് 1 ഓവർ 2 ഓവറൊക്കെ എറിഞ്ഞാൽ മതിയെങ്കിൽ ഇവിടെ 4 ഓവർ കണ്ടിന്യൂസ് ആയിട്ട് എറിയേണ്ടി വരും എല്ലാ മാച്ചിലും. ആ ഒരു പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരി, നമുക്ക് അജീഷിലേക്ക് വരാം. അജീഷ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു താരമാണ്. ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഒരു മധ്യ ഓവറുകൾ എറിഞ്ഞ് പോകേണ്ട ഒരു ബൗളറാണ്. വളരെ നിർണായകമാണ്. അപ്പോൾ ആക്ഷനിലൊക്കെ വളരെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അജീഷ് എന്താണ് പ്ലാൻ ചെയ്ത് വന്നത്? ഇല്ല, ഞാനും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഈ ഒരു റോയൽസിന് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ടി അവരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഡെഡിക്കേഷനോടെയാണ് ഞാനും ഈ ഒരു ടൂർണമെൻറ്റ് നോക്കി കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനെല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്തു. നമ്മൾ ടീം മൊത്തത്തിൽ നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പാർട്ട് ഞാൻ എനിക്ക് ഇപ്പോൾ ചെയ്തേക്കാളും ലാസ്റ്റ് 2 മാച്ചിൽ എനിക്ക് അത്ര അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വരുന്ന മാച്ചിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യും, ടീമിനെ വിജയിപ്പിക്കും എന്നുള്ളൊരു സാധനം ഉണ്ട്. ആ ഒരു കോൺഫിഡൻറ്റ് വിശ്വാസമുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ എനിക്ക് മാത്രമല്ല നമ്മൾ ഫുൾ ടീമിന് ആ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഫയർ വരുന്നുണ്ട് ടീമിൽ നിന്ന്. അപ്പോൾ അത് ടീമിൽ ഒരുപാട് മുതിർന്ന താരങ്ങളുണ്ട്. അതെ, ബേസിലാകട്ടെ അല്ലെങ്കിൽ വിനോദാവട്ടെ, പിന്നെ നമ്മുടെ കൃഷ്ണപ്രസാദ് ആകട്ടെ, വിഷ്ണു വിനോദാകട്ടെ, ഇവരൊക്കെ തരുന്ന ഊർജ്ജം എത്രമാത്രമാണ്? എനിക്ക് അവരുടെ അവരിപ്പോൾ നമ്മൾ 2 മാച്ച് തോട്ടെങ്കിലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു സാധനമുണ്ട്, നമ്മളെ ബാക്ക് ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട്. ഇപ്പം ഞാൻ ഒരു പുതിയ പ്ലെയറാണ്, ഇപ്പം ജസ്റ്റ് സെക്കൻഡ് സീസണാണ് എൻ്റെ. അപ്പം നമ്മളായാലും ഭയങ്കരമായിട്ട് ഇപ്പം ക്യാപ്റ്റനായാലും വന്നിട്ട് അജീഷ് ഒരു പ്രശ്നമില്ല, നിനക്ക് അറിയാം, നിനക്കുണ്ട് സാധനം, ഞാൻ എടുക്കും, ഒരു പ്രശ്നമില്ല, നിൻ്റെ ഞാൻ ഫുൾ എടുക്കും, നീ തരും, വിശ്വസിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്കിങ് അവർ നന്നായിട്ട് തരുന്നുണ്ട്. ഇപ്പം മാസ്റ്റർ ജി ആയാലും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം ബേസിലേട്ടനായാലും ഇപ്പോഴും വന്നിട്ട് നമ്മളെ അവർ അറിയാം നമ്മളെവിടെയാണ് നിൽക്കുന്നത്. അവർക്ക് അവർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലും സപ്പോർട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ശരി, വീണ്ടും ബേസിലേക്ക് ഒരു തവണ കൂടി വരാം. ബേസിൽ ഇപ്പോൾ ഇവർ പറയുന്നത് പുതുമുഖങ്ങളാണ്, പുതിയ മുഖങ്ങളായി തന്നെ നിൽക്കുകയാണ്. അവർ ഇപ്പോൾ എക്സ്പീരിയൻസിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ
പുതിയ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കാരണം ഒരുപാട് ഇപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ആക്റ്റീവായി നിന്ന റമീസ്, ആഷിഖ് അലി ഒക്കെ ഇപ്പോൾ കളിക്കുകയാണ്. KCL സ്റ്റാർ സ്പോർട്സിൻ്റെ ബിഗ് സ്ക്രീനിലേക്ക് അവർ വരികയാണ്. അപ്പോൾ പുതിയ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ തീർച്ചയായിട്ടും ഇവർ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ KCL പോലത്തെ ഒരു ബിഗ് സ്റ്റേജിലേക്കാണ് ഇവർ പുതുമുഖങ്ങൾ. പക്ഷേ ഇവർ നേരത്തെ മുതൽ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇവരുടെ പ്രയത്നം ഒരുപാടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ ഇനി വരുന്ന കുട്ടികളോടും അല്ലെങ്കിൽ പറഞ്ഞ എല്ലാവരും ഈ ടെന്നീസ് ബോളിലൊക്കെ ഒരുപാട് ടാലൻസ് ഉണ്ട്. ഞാനിപ്പോൾ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒരുപാട് പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒറ്റ സീസണിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് കളയും, നമ്മുടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു ഇതാണ് ക്രിക്കറ്റിനുള്ളത്. അപ്പോൾ വിശ്വസിക്കുക, പിന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, ചെറുതല്ല. നമുക്ക് സ്വപ്നം കാണാൻ ഒരിക്കലും പേടിക്കരുത്, ധൈര്യമായിട്ട് കാണാം. പിന്നെ അതിന് വേണ്ടി നന്നായി വർക്ക് ചെയ്യുക, റൈറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ റൈറ്റ് ആളുകളുടെ ഒപ്പം തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 100%. ശരി, അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വിഘ്നേഷ് പുത്തൂർ അല്ലേ? എങ്ങനെയാണ് അയാൾ വളരെ പെട്ടെന്ന് കേരള ടീമിൽ പോലും കളിക്കാതെ IPL കളിക്കുന്ന ഒരു താരമായി മാറുകയാണ്. ഏതായാലും ഒരു സീനിയർ താരം, 2 പുതിയ താരങ്ങൾ, ഹാർഡ് വർക്ക് ചെയ്ത് ക്രിക്കറ്റിലേക്ക് വന്ന രാഹുലും ഒപ്പം അജീഷും, ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത്. ഏതായാലും വലിയ പ്രതീക്ഷകളോടെ ഇവർ മുന്നോട്ട് പോവുകയാണ്. ആദ്യ മത്സരങ്ങളിലേറ്റ തിരിച്ചടി അടുത്ത മത്സരങ്ങളിൽ മറികടക്കാനുള്ള ഊർജം ഇവരുടെ വാക്കുകളിലുണ്ട്, അതിനുള്ള കരുത്ത് ഈ ടീമിനുണ്ട്. വെൽ ബാലൻസ്ഡ് ടീമാണ്. ആ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അത് തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. തിരുവനന്തപുരം ശക്തമായി തിരിച്ചു വരട്ടെ.